ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാന കരാർ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 114 റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള നടപടികൾ ഇന്ത്യ വേഗത്തിലാക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇത് വെറുമൊരു വാങ്ങലല്ല, ഏഷ്യയിലെ തന്നെ ശക്തി സമവാക്യങ്ങൾ മാറ്റാൻ പോകുന്ന വലിയൊരു നീക്കമാണ്. നോക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സുരക്ഷിതമായി മുന്നോട്ടു പോകാൻ 42 സ്ക്വാഡ്രണുകൾ വേണമെന്നാണ് കണക്ക്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് വെറും 29 സ്ക്വാഡ്രണുകൾ മാത്രമാണ്. പഴയ വിമാനങ്ങൾ വിരമിക്കുമ്പോഴുണ്ടാകുന്ന ഈ വലിയ വിടവ് നികത്താൻ 114 അത്യാധുനിക വിമാനങ്ങൾ ഇന്ത്യക്ക് അടിയന്തിരമായി ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ യുദ്ധവിമാനങ്ങളിലൊന്നായാണ് റഫേൽ കണക്കാക്കപ്പെടുന്നത്. ആകാശത്തെ ആധിപത്യം അഥവാ എയർ സുപ്പീരിയോറിറ്റി, കൃത്യതയുള്ള ആക്രമണങ്ങൾ, അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ എന്നിവയിൽ റഫേൽ അജേയനാണ്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള 36 റഫേലുകളുടെ മികവ് തിരിച്ചറിഞ്ഞാണ് വ്യോമസേന ഈ വലിയ ഡീലിലേക്ക് നീങ്ങുന്നത്. ഈ കരാറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ആകെ വാങ്ങുന്ന 114 വിമാനങ്ങളിൽ 90 എണ്ണവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി. ഫ്രഞ്ച് കമ്പനിയായ ഡസൌട്ട് ഇന്ത്യൻ കമ്പനികളുമായി കൈകോർക്കുന്നതോടെ നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും പുതിയ സാങ്കേതികവിദ്യയും എത്തും. പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം വിമാനം വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. റഫേൽ വിമാനങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങളായ ബ്രഹ്മോസ് NG അസ്ത്ര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള അനുമതിക്കായി ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട്. ആധുനിക യുദ്ധങ്ങളിൽ യുദ്ധവിമാനത്തേക്കാൾ പ്രധാനം അതിലുപയോഗിക്കുന്ന ആയുധങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്നതാണ്. ഇതിലൂടെ വിദേശ വിമാനങ്ങളെ ഇന്ത്യൻ കരുത്തുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ചൈന തങ്ങളുടെ J-20 വിമാനങ്ങൾ അതിവേഗം വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാൻ ചൈനീസ് വിമാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പ്രതിരോധം കടുപ്പിക്കാതെ വയ്യ. തേജസ്, AMCA എന്നീ തദ്ദേശീയ പദ്ധതികൾ പുരോഗമിക്കുമ്പോഴും പെട്ടെന്നുള്ളൊരു യുദ്ധമുണ്ടായാൽ റഫേലുകൾ തന്നെയാകും ഇന്ത്യയുടെ മുൻനിര പോരാളികൾ. വേഗത മാത്രമല്ല, സെൻസറുകളും മിസൈലുകളും നെറ്റ്വർക്ക് വാർഫെയറുമാണ് ഇനി യുദ്ധങ്ങൾ തീരുമാനിക്കുക. 114 റഫേൽ വിമാനങ്ങൾ വരുന്നതോടെ ഇന്ത്യൻ വ്യോമസേന ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ശക്തിയായി മാറുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആധികാരികമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.